ഹലോ. നിങ്ങൾ വിചാരിക്കും എന്നും എനിക്ക് മീനേ ഉള്ളൂ എന്ന് കേട്ടോ. ഇത് ഞാൻ ഇന്നലെ പുറത്ത് പോയപ്പോൾ വാങ്ങിച്ച പിരാന മീനാണ്. അപ്പം ഞാൻ ഇന്നലെ സന്ധ്യ ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. അതപ്പോൾ രാവിലെ ഞാനെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിന്ന് പൈനാപ്പിൾ കറി ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ പൈനാപ്പിളൊക്കെ കിട്ടാനുണ്ടല്ലോ. അപ്പോൾ പൈനാപ്പിൾ മോരൊഴിച്ച് കറി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനുണ്ടല്ലോ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീഡിയോസൊക്കെ നോക്കുമ്പോൾ കാണുന്നതാണ് എന്നും എനിക്ക് ഒന്നല്ലെങ്കിൽ 2 സബ്സ്ക്രൈബർ വീതം കയറാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കയറുന്ന കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാകും കേട്ടോ. ഇങ്ങനെ ഒന്നല്ലെങ്കിൽ 2 ഒന്നോ രണ്ടോ ഒക്കെ കയറുന്നുണ്ടല്ലോ എന്നോർത്ത്. പിന്നെ ഞാൻ പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ 1 കയറിയിട്ടുണ്ടെങ്കിൽ ആ 1 അത് കുറഞ്ഞിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്കത് ഒത്തിരി സങ്കടമാവും കേട്ടോ. ഇങ്ങനെ ഒരു 2 സബ്സ്ക്രൈബർ കൂടുമ്പം ഒത്തിരി സന്തോഷമാകുമല്ലോ. പിന്നെ അത് ഒരെണ്ണം കുറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് അതിനേക്കാൾ കൂടുതൽ സങ്കടമാകുമേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എൻ്റെ ചാനൽ. അതിന് പൈനാപ്പിൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് മീൻ അപ്പോഴേക്കും ഐസൊക്കെ മാറിയിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ അതൊന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു. അവിടെ നിന്ന് അവരിത് ക്ലീൻ ചെയ്ത് തന്നത്. എന്നാലും ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വറക്കാനുള്ളത് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിലാക്കി വെക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കഴിവതും പണികളൊക്കെ രാവിലെ തന്നെ തീർക്കാറുണ്ട് കേട്ടോ. വൈകുന്നേരം ഉച്ച കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു 3 മണിയാകുമ്പോൾ തൊട്ട് ഇവിടെയൊക്കെ മഴക്കാറ് വന്ന് കാറ്റും മഴയും ഇടിയും മിന്നലും ഒക്കെ ആയിരിക്കും കേട്ടോ. അത് കാരണം രാവിലെ പണികളൊക്കെ തീർത്തില്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ വൈകുന്നേരം ആകുമ്പോഴേക്കും കറണ്ടൊക്കെ പോയാൽ പിന്നെ കറണ്ട് എപ്പോഴാണ് വരുന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് പണികളൊക്കെ നേരത്തെ തീർക്കാൻ നോക്കാറുണ്ട്. അങ്ങനെ മീൻ മുളക് പുരട്ടി വെച്ചപ്പോഴേക്കും പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. അതിലേക്ക് അരപ്പൊഴിച്ചിട്ട് പിന്നെ കടുക് പൊട്ടിച്ചിടുന്നുണ്ട്. എനിക്കുണ്ടല്ലോ ഇങ്ങനെ ഈ കടുക് പൊട്ടിച്ചിടുമ്പോൾ ഇങ്ങനെ കിടക്കുന്നതിനേക്കാൾ ഇഷ്ടമുണ്ടല്ലോ അതിങ്ങനെ മിക്സ് ചെയ്തിട്ട് കിടക്കുന്ന കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഞാൻ എന്ത് കറിയിൽ ഇങ്ങനെ കടുക് പൊട്ടിച്ചാലും അത് അപ്പം തന്നെ ഒന്ന് ഇളക്കി ഇടാറുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അങ്ങനെ എന്നെപ്പോലെ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നോക്കിക്കുക നേരത്തേലും എന്ത് ഭംഗിയാണ് കറി ഇപ്പോൾ ഇരിക്കുന്നത് കാണാനായിട്ടെന്ന്. അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മീൻ വറക്കാനായിട്ട് അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ മീനും കൂടെ വെന്ത് കഴിഞ്ഞ് ഇന്നത്തെ എൻ്റെ അടുക്കളയിലെ പണിയെല്ലാം കഴിയും കേട്ടോ. പിന്നെ എനിക്ക് പിള്ളേരെ കുറച്ച് ബുക്കൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊരു 3 മണി ആയപ്പോഴേക്കും കാറ്റും മഴയും വരാൻ തുടങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ കണ്ട ഒരു 6 മണി തോന്നുമെങ്കിലും 3 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ. നല്ല കാറ്റും മഴയും വരുന്നേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ.